ഒരു ആൻറ്റി എൽ ഡി എഫ് ഒരു വേവ് ഇവിടെ വന്നു. ആൻറ്റി എൽ ഡി എഫ് വേവ് ജനങ്ങൾ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ തീരുമാനിച്ച ജനങ്ങൾ ഇതാർക്ക് വോട്ട് കൊടുക്കണമെന്ന് അവർ എന്നെ ചിന്തിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ്സാണ്, കോൺഗ്രസ്സിനാണ് സി പി എമ്മിനെ തോൽപ്പിക്കാൻ കൂടുതൽ കഴിവും ഒരു കേപ്പബിലിറ്റി എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാകും. പക്ഷെ ഒരു വേവായിരുന്നു, ആൻറ്റി എൽ ഡി എഫ് ഒരു വലിയ വേവായിരുന്നു, ആൻറ്റി പിണറായി ഒരു വേവായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഇല്ല ഈ 3 സീറ്റ് തന്നെ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ എൻ്റെ പ്രതീക്ഷ ആയിരുന്നത് ഒരു 12 സീറ്റായിരുന്നു. അത് പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയും. പാലക്കാട്, മഞ്ചേശ്വരം, തൃശ്ശൂർ, അങ്ങനെ കോട്ടയത്ത് പാലാ, പൂഞ്ഞാറ് കുറേ സീറ്റിൽ വോട്ട് കുറേ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ആൻറ്റി എൽ ഡി എഫിൻ്റെ വേവായിരുന്നു. ആൻറ്റി എൽ ഡി എഫിൻ്റെ വേവിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഫലം കിട്ടിയത് യു ഡി എഫിനായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം കൺസോളിഡേഷൻ, SDPIയും ജമാഅത്തും മുസ്ലിം ലീഗും ഒരുമിച്ച് എല്ലാ സ്ഥലത്തും BJPനെ തോൽപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. അതും അവർക്ക് ഗുണം ചെയ്തു, UDFന് ഗുണം ചെയ്തു. കോൺഗ്രസ് പ്രചരിപ്പിച്ച 2 കാര്യങ്ങളാണ് ഇത് ഞങ്ങളെ ബാധിച്ചത്. ഒന്ന് 2 നുണയായിരുന്നു, പക്ഷേ അത് അവർക്ക് ഗുണം ചെയ്തു, ഞങ്ങളെ ബാധിച്ചു. അത് ഒന്ന് CPM BJP ഡീൽ. അപ്പോൾ അത് പ്രചരിപ്പിച്ച് ഈ ആൻറ്റി ഇൻകംബൻസി വോട്ട്, ആൻറ്റി LDF വോട്ട് മൊത്തം അവർ പിടിക്കാൻ ശ്രമിച്ചു. അതിൽ കുറേ സക്സസ് അവർക്ക് കിട്ടി. അതൊരു പച്ച കള്ളമായിരുന്നു, നുണമായിരുന്നു, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു പ്രചരണം സ്റ്റിക്കായിപ്പോയി. BJPയും CPM തമ്മിലൊരു അന്തർധാരണ ഉണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഒരു ഡീലുണ്ട്. രണ്ടാമത്തത് ഈ ഇലക്ഷൻ്റെ ഒരു 5-6 ദിവസം മുമ്പേ ഒരു FCRA ഒരു അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നു. അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു പ്രചരണമായിട്ട് അത് മാറ്റി. അതിൽ കുറേ സ്ഥലത്ത് ക്രിസ്ത്യൻ കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട് UDFൻ്റെ ഫേവറിൽ. അത് FCRൻ്റെ ഒരു ഗുണം അവർക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൻ്റെ എതിരെ ഒരു വലിയ വികാരം, ഒരു വേവ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് ശരിക്കും ഒരു പ്രോ UDF അവരൊന്നും പറഞ്ഞില്ല, ഒന്നും മുമ്പോട്ട് വെച്ചില്ല. പക്ഷേ അവർ ഈ ലാസ്റ്റ് ഒരു 3 ആഴ്ചയിൽ ഈ 2 പ്രചരണം നടത്തി ജനങ്ങളെന്താ ശ്രദ്ധ തിരിക്കുകയല്ല, ജനങ്ങൾ ഒരു തെറ്റിദ്ധാരണ കൊടുത്തു. അതുകൊണ്ട് അവർക്ക് ഗുണം കിട്ടി. ഇതാണ് ഫാക്റ്റ്. ഇത് അവർ സമ്മതിക്കില്ല. അവരിപ്പോൾ ഞങ്ങൾക്കൊരു പ്രോ UDF വേവാണ്, മാങ്ങയാണ് തേങ്ങയാണെന്നെല്ലാം നടക്കും. പക്ഷേ ഒരു ഡിസ്പാഷനേറ്റ് ഒരു അനാലിസിസ് നടത്തിയാൽ ആരാണെങ്കിലും ഇതാണ് സത്യം. ആൻറ്റി LDF ഉണ്ടായിരുന്നു. ആ ആൻറ്റി LDFൻ്റെ ആൻറ്റി ഇൻകംബൻസി വോട്ട് പിടിക്കാൻ ഇവർ 2 നുണ പ്രചരിപ്പിച്ചു. ആ 2 നുണ ഞങ്ങൾ അതിനെ കൗണ്ടർ ചെയ്യാൻ നന്നായി ശ്രമിച്ചു. പക്ഷേ അത് അത്ര പോലെ നടന്നില്ല. അവർക്ക് ഗുണം കിട്ടി, അതിൻ്റെ ബലം കിട്ടി.